ആറ്റം വമിച്ചു തുടങ്ങി എന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാണ്. ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറയുന്ന നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് മണ്ഡലത്തിലേക്ക് പോയ ചിലതിനകത്ത് യേശുവിൻ്റെ പ്രസൻസിനാൽ ദൈവികമായൊരു വിടുതൽ കണ്ട് പുറത്തു വരാനായിട്ട് പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. ഈ അനുഗ്രഹീതമായ നല്ല ദിവസം ഈ ദൈവ സന്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലപ്പെട്ട സാവകാശത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ യേശുവും ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരിക്കുന്ന ലാസറിൻ്റെ ആ കല്ലറയിൽ നിന്നുള്ള പുറപ്പാട് നമുക്ക് ഒന്ന് കാണാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി. നോക്കിയ ദൈവമക്കളെ, മാനുഷികമായിട്ട് നടക്കാൻ സാധ്യതയില്ലാത്തൊരു വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഡയറക്റ്റ് ഇടപെടലിനകത്ത് ഒരു അത്ഭുതം നടക്കുക. ലാസറിൻ്റെ രക്തബന്ധത്തിൻ്റെ പോലും ആഗ്രഹം ആ കല്ല് നീക്കണ്ട, നാറും കർത്താവേ, നാറ്റം വമിക്കുന്ന കർത്താവേ, വേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ട്, അതങ്ങനെ തന്നെ ഇരുന്നോട്ട്. ആരോ അങ്ങനെ പറയുന്നല്ലോ, വേണ്ട പാസ്റ്റർ, അത് പ്രാർത്ഥിക്കണ്ട, അതിൽ തൊടണ്ട, അതങ്ങനെ ഇരിക്കട്ടെ, അതങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ട്. ഇല്ല കുഞ്ഞെ, അതങ്ങനെ വിടാനല്ല ദൈവത്തിൻ്റെ പ്ലാന്. അല്പം നാറും ശരിയാ, അല്പം സ്മെല്ലെടുക്കും ശരിയാ, പക്ഷേ ഒരു മഹത്വം വെളിപ്പെടുത്താനാ നസ്രായൻ അവിടെ നിൽക്കുന്നത്. അല്പം നാറുന്നത് പോലെ നിനക്ക് തോന്നിയാലും അടുത്ത നിമിഷങ്ങളിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുക. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമാണോ എന്ന് പോലും ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ഒരത്ഭുതം നീ കാണാൻ പോവുക. നോക്കിയേ, യേശു കർത്താവ് ആ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആമേൻ. മേലോട്ട് നോക്കി, കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ അവരനുസരിച്ചു, മേലോട്ട് നോക്കി സ്വർഗീയ പിതാവിനെ വാഴ്ത്തുകയാണ്. സ്വർഗീയ പിതാവിനെ വാഴ്ത്തുകയാണ്. എന്നിട്ട് പറയാ, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ച്. 4 ദിവസമായൊരു ശവശരീരം, ആന്തരിക അവയവങ്ങൾ അഴുകി തുടങ്ങി, പുറമെ ശരീരം സ്മെല്ലടിച്ച് തുടങ്ങി. ആമേൻ. എല്ലാം ഹല്ലേലൂയ. കൂതമാടെ പാരമ്പര്യം അനുസരിച്ച് ആത്മാവ് പോകേണ്ടിടത്ത് പോയി. പക്ഷെ ആ പാരമ്പര്യങ്ങളെ പൊളിച്ചുകൊണ്ട്, അസാധ്യമെന്ന് പറഞ്ഞ് ചില മേഖലകളെ പൊളിച്ചുകൊണ്ട് കർത്താവോട് ഇറങ്ങി വരികയാണ്. കർത്താവോട് ഇറങ്ങി വരികയാണ്. അതെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നീ നാറ്റം വമിക്കുന്നു എന്ന് പറയുന്ന ആ വിഷയമുണ്ടല്ലോ, കർത്താവ് ഇറങ്ങി വന്ന് അതിനകത്ത് വിടുതലയക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇറങ്ങി വന്ന് ആ വിഷയത്തിനകത്ത് വിടുതലയക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കണ്ട മിസ്രിമിനെ ഒരു നാൾ കാണത്തില്ല. യെസ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. 12-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ ഈ മറിയ വലിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലമെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പുരട്ടുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാല് തുവർത്തിയതായിട്ട് കാണാൻ കഴിയും. കണ്ടോ? ഇത്രയും വിലപ്പെട്ടതിനെക്കാട്ടി വലുതാ യേശു എനിക്ക് ചെയ്ത് തന്നതെന്ന് ബോധ്യത്തോടെ അവളുടെ ഏറ്റവും ബഹുമാന്യമായ തലമുടി കൊണ്ട് അവളത് തുവർത്തുകയാണ്. അതേ പ്രിയ ദൈവ പൈതലേ, കർത്താവ് ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം. കർത്താവിനെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം. നോക്കിയേ, ആ അധ്യായത്തിനകത്ത് ഒരു വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്നിൽ അനേക യഹൂദന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഈ കടന്നു വന്ന യഹൂദന്മാർ ആരാന്നറിയാമോ? ചില ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് അനുശോചനം പറഞ്ഞവരാ. ലാസർ നല്ലവനായിരുന്നു, സൗര്യന്മാർക്ക് നല്ലൊരു താങ്ങായിരുന്നു, തുണയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അനുശോചന വാക്കുകൾ പറഞ്ഞിട്ട് പോയവരാ. പക്ഷെ ഇപ്പോൾ അവർ കാണുന്നത്, അനുശോചനം പറഞ്ഞവൻ മുന്നിൽ നിൽക്കുന്നു. അവനെ കാണാനായിട്ടൂടെ വന്നു. കണ്ടോ? അങ്ങനെ കൂടി വന്ന അനേകർ യേശുവിൽ വിശ്വസിക്കാൻ ഇതൊരു മുഖാന്തരമായി. ഞാൻ ദൂത് പറഞ്ഞുകൊണ്ട് നിർത്താം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനയേറിയ ചില വിഷയങ്ങൾ, കൈപ്പേറിയ ചില വിഷയങ്ങൾ, മാറ്റമേറിയ ചില വിഷയങ്ങൾ അനേകർക്ക് സാക്ഷ്യം പറയുന്നതിനും യേശുവിൽ വിശ്വസിക്കുന്നതിനുള്ള മുഖാന്തരമാക്കി കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുക. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം
അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നതോർത്ത് സ്തോത്രം. ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് തെളിയിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ആ വചനഭാഗത്തിനായിട്ട് സ്തോത്രം. ഇതുപോലുള്ളൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നാമം മാത്രം മഹത്വമെടുക്കണം, കൃപയിൽ പൊതിയണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.